ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ആക്കിയല്ലേ, വൃത്തിയില്ലല്ലോടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇതിനു ഇതുണ്ടോ നമ്മുടെ 2-3 ചങ്കന്മാരായിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അമ്പൂരിലെ 1-2 ഹിഡൻ സ്പോട്ടുകളിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ഇതാണ് മെയിൻ ആള് കേട്ടോ. ഇവിടുത്തെ എല്ലാ സ്ഥലത്തും പോയി എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെല്ലാം കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് വളഞ്ഞ് വണ്ടിയുടെ എല്ലാം ഓഫ് ചെയ്ത് അല്ല എരപ്പങ്ങ് ഇത് മറ്റേ നമ്മുടെ ആണല്ലോ. ഇതാനൊക്കെ നമുക്ക് വഴി വെച്ചിരിക്കുകയാണ്. ഈ പൊട്ടന്മാർക്ക് വഴി ഇറങ്ങിടാ. ഇവൻ തന്നെ ആള്. തിരിച്ച് നടക്കണേ കേട്ടാ. അപ്പൊ ഈ ഒരു ഹിഡൻ സ്പോട്ട്, ഇപ്പൊ ഹിഡൻ എന്ന് പറഞ്ഞ എല്ലാവരും ഹിഡൻ സ്പോട്ടാണ്. താഴെ പോകുമ്പോൾ 10-100. അതെ, കയ്യിൽ നിന്നില്ലേ, പേടിക്കണ്ട, ഞാൻ ചാടി രക്ഷപ്പെട്ടു. കിരണെ നീ അവനെ രക്ഷിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ മരക്കൊമ്പലെ പിടിച്ചിട്ട് പോയി കിടക്കോളി. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നീയാണ് വിളിച്ചോണ്ടോ വഴി കാണിച്ചാ? അവനാണ് മെയിൻ ആള് വഴി കാണിച്ചിരുന്നത്. ഇവർക്ക് ഇങ്ങനെ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഒന്നും വെള്ളമില്ല, ഒന്നുമില്ലായിരുന്നു. അല്ല, അടിപൊളി സ്ഥലം കേട്ടോ. അത് കണ്ടോ, ഒരു താഴ്വരയിലാണ്. ആ ഇച്ചിരി താഴോട്ട് ഇച്ചിരി ഇറങ്ങി പോകാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു താഴേക്ക് പോകണം. ഇതുണ്ടോ, ഓ ഇവിടെ കൊണ്ടാരോ വീട് വെച്ചേക്കുന്നു. ഇത് വീടാണോ അവിടെ? ഇവിടുത്തെ മെയിൻ ആളാണ് കേട്ടോ. സ്ഥിരം ഇവിടെ വരാറുണ്ട്. ഓ മോനെ, വെള്ളമില്ലല്ലേ? ഗോപ്രോ എടുത്തില്ലല്ലോ. ഷോ കടിക്കോ. ഇത് താഴെ ഇറങ്ങാനും കയറാനും ഇച്ചിരി കഷ്ടപ്പാടാണല്ലോ ഇവിടെ. ഫൈനലി നമ്മളിതാ എത്തി കേട്ടോ. പക്ഷേ മഴയില്ലാത്തതുകൊണ്ടും വേനൽക്കാലം ആയതുകൊണ്ടും വെള്ളം ഭയങ്കര കുറവാണ്. ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ആക്കിയല്ലേ, ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. ഇതാണ് കേട്ടോ. ഓ വൃത്തിയില്ലല്ലോടാ. എന്തായാലും പറഞ്ഞു, ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വന്നൂടെ?
ഫുള്ള് പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെയാണ് കേട്ടോ. ഇതാണ് ഇവിടെ വെള്ളച്ചാട്ടം. ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, ഈ സ്പോട്ടിലൊക്കെ വരുന്നവർ മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാണ്ട് വരിക. ഇവിടെ ഫുള്ള് ഇങ്ങനെ നേരത്തെ വന്നിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇനി തൊട്ട് പ്ലാസ്റ്റിക് മാക്സിമം ഇടാണ്ടിരിക്കുക കേട്ടോ. നോക്കി എന്ത് രസമുള്ള സ്ഥലവും നോക്കിയേ. നിങ്ങളിങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് ഫുള്ള് ശോകമായി പോകും. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നോക്കി നല്ലൊരു മഴ പെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആവും. നീങ്ങടാ. നല്ല മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നിറയും കേട്ടോ. ആ ടൈമിൽ സൂപ്പറാണ് ഇവിടെ കാണാനൊക്കെ. ഈ പാറ കെട്ടില്ല, എൻ്റെ മുകളിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് വാട്ടർഫോൾസ് ഉള്ളത്. നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോവാം. ബാ. നോക്കി പറഞ്ഞേ. ഇതാണ് കേട്ടോ എരപ്പാങ്കുഴി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം അമ്പൂരിയിലെ ഒരു വാട്ടർഫോൾസിൻ്റെ ഒരു സ്പോട്ട് കേട്ടോ. അപ്പോൾ ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് ഇവിടെ വലിയ രസമില്ലാത്തത്. വെള്ളം കൂടുതലാകുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ നിന്നെല്ലാം വെള്ളം നല്ലോണം ഇങ്ങോട്ട് ചെയ്യും, മറിയും കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു ഇത് കാണാം. ചെറിയ രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത വെള്ളമാണ് കേട്ടോ. പിന്നെ മാക്സിമം നിങ്ങൾ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക. പിന്നെ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവുക. ഇവിടെ ഫുള്ള് ഇപ്പോൾ പ്ലാസ്റ്റിക് നിറഞ്ഞ് കിടക്കുകയാണ്.
അതുപോലെ തന്നെ ഇപ്പം വേറെ വെള്ളത്തിന് വലിയ ഒഴുക്കില്ലാത്തതുകൊണ്ടും വെള്ളവും ഫുള്ള് ചീത്തയായിട്ട് കിടക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ എരപ്പാങ്കുഴി ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വരുന്നതായിരിക്കും ബെറ്റർ, വേനൽക്കാലത്ത് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബായ്. എടാ ബായ് പറഞ്ഞടാ. നീ വാ, നീയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ. ഹലോ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.